വെൽക്കം ടു SSC മലയാളി. ഞാൻ സനൂപ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മിഡീവൽ ഹിസ്റ്ററി പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ എംപയർ. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മിഡീവൽ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ എംപയർ നിലനിന്നിരുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ രാജവംശങ്ങളെക്കുറിച്ചാണ്. മാത്രമല്ല വിദേശികളുടെ ആ വരവും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പം ഈ മിഡീവൽ ഹിസ്റ്ററി ഇത്രയല്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ എന്ന് തോന്നിയേക്കാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മോഡേൺ ഹിസ്റ്ററി കൂടി കവർ ചെയ്യുമ്പോൾ ഫില്ലപ്പ് ആക്കുന്നതായിരിക്കും. ഓക്കെ, സോ സമയം കളയാതെ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് വിജയനഗര കിങ്ഡം ആൻഡ് ബഹ്മാനി കിങ്ഡമാണ്. ഓക്കെ, ഈ വിജയനഗര കിങ്ഡവും ബഹ്മാനി കിങ്ഡവും ഇന്ത്യയുടെ സൗത്ത് ഭാഗങ്ങളിലായിട്ട് നിലനിന്നിരുന്ന രാജവംശങ്ങളാണ്. അതായത് ഇന്ത്യയുടെ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ബഹ്മാനി കിങ്ഡം ഉണ്ടായി, അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വിജയനഗര കിങ്ഡം. ഇങ്ങനെയാണ് ഇന്ത്യയുടെ മാപ്പിൽ വരക്കുകയാണെങ്കിൽ നമുക്ക് അവയുണ്ടായിരുന്ന ആ റീജിയനെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇനി വിജയനഗര കിങ്ഡവും ബഹ്മാനി കിങ്ഡവും തമ്മിൽ എപ്പോഴും തർക്കത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ വിജയനഗര കിങ്ഡം ഒരു ഹിന്ദു കിങ്ഡമാണ്, അതേപോലെ തന്നെ ബഹ്മാനി കിങ്ഡം ഒരു മുസ്ലിം കിങ്ഡമാണ്. അപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ തന്നെയായിരുന്നു ഒന്നാമത്തെ തർക്കമുണ്ടാകാനുള്ള കാരണം. പിന്നെ ചില പ്രദേശങ്ങളുടെ കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടും ഇവർ തമ്മിൽ എപ്പോഴും പരസ്പരം തർക്കമുണ്ടായിട്ടുണ്ടായി. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് വിജയനഗര കിങ്ഡം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് പറയുമ്പോൾ എന്താണ് ഇവരുടെ തർക്കവും എങ്ങനെയാണ് അതുണ്ടാവാൻ കാരണം, ഇതൊക്കെ നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. സോ വിജയനഗര കിങ്ഡം അല്ലെങ്കിൽ വിജയനഗര എംപയർ നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടമാണ് 1336 മുതൽ 1565 AD വരെ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിട്ട് അറിയപ്പെട്ടിരുന്നത് ഹംപിയാണ്. ഹംപി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഹംപി കർണാടകയിലാണ് എന്ന് ഓർക്കുക. അതായത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആർക്കിടെക്ചേഴ്സ്, ടെമ്പിൾസ്, മോണുമെൻറ്റ്സ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് അവരുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഹംപിയിലാണ്. ഹംപി നിലനിൽക്കുന്നത് കർണാടകയിലാണെന്ന് കൂടി ഒന്ന് വ്യക്തമായിട്ട് ഓർക്കുക. ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റായിട്ട് വരുന്ന ഒരു ചോദ്യമാണത്. ഹംപി, വിജയനഗര എംപയർ, കർണാടക, ഇത് മൂന്നും ലിങ്ക് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ വിജയനഗര എംപയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ അതേ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ വിജയനഗര എംപയറും നിലനിന്നിരുന്നത്. ഈ ഒരു വിജയനഗര എംപയറിനെ കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ കിട്ടിയത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രമുഖമായിട്ടുള്ള ട്രാവലേഴ്സിൽ നിന്നും പിന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട രാജാവായിരുന്ന കൃഷ്ണദേവരായയുടെ ഒരു കൃതിയിൽ നിന്നൊക്കെയാണ് ഈ വിജയനഗര എംപയറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മാത്രമല്ല ഈ വിജയനഗര എംപയർ ഇതൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ അവർ നീണ്ടു നിന്നിരുന്നത് ഈ സൗത്ത് ഇന്ത്യ മുഴുവനായിട്ട് അപ് ടു തമിഴ്നാട്ടിലെ രാമേശ്വരം വരെയുള്ള സൗത്ത് ഇന്ത്യയിലെ മിക്ക ഭാഗങ്ങളും ഈ കവർ ചെയ്തിരുന്നത് ഈ വിജയനഗര സാമ്രാജ്യമായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഈ കർണാടക, ആന്ധ്രാപ്രദേശ് ഈ മേഖലകളൊക്കെ വികസിച്ച് നിൽക്കുന്ന ഒരു രാജവംശമായിരുന്നു ഈ വിജയനഗര രാജവംശം. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിദേശികളാണ് ഒന്ന് ഇബൻ ബത്തൂത്ത, നിക്കോള ഡി കോണ്ടി, അബ്ദുൾ റസാഖ്, ഡൊമിനിഗോ പയസ്. സോ ആ പേരുകളൊന്ന് ഓർക്കുക. ഇതൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള വിദേശ ട്രാവലേഴ്സാണ്. അവർ ആരൊക്കെയാണെന്നൊന്ന് ഓർത്ത് വെക്കുക. ഇബൻ ബത്തൂത്ത, നിക്കോള ഡി കോണ്ടി, അബ്ദുൾ റസാഖ്, ഡൊമിംഗോ പയസ്. വിജയനഗര എംപയറിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്? 2 പേരാണ്, ഹരിഹർ ആൻഡ് ബുക്ക. ഇവർ 2 പേരും കൂടിയിട്ടാണ് വിജയനഗര സാമ്രാജ്യം രൂപീകരിച്ചത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് വിജയനഗരയും ബഹ്മാനി കിങ്ഡവും തമ്മിൽ എപ്പോഴും തർക്കമായിരിക്കും. അത് തർക്കത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ റൈച്ചൂർ ഡോബാണ്. റൈച്ചൂർ ഡോബ് എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, 2 നദികളുടെ ഇടയിലുള്ള ആ പ്രദേശമാണ് ഡോബ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് സൗത്ത് ഇന്ത്യയിൽ യൂസ് ചെയ്ത ഒരു ടേമാണ് ഈ ഡോബ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ റൈച്ചൂർ ഡോബ് എന്ന് പറയുന്നത് 2 റിവേഴ്സ് ആയിട്ടുള്ള ഒന്ന് കൃഷ്ണയും മറ്റൊന്ന് തങ്കഭദ്രയും, ഈ 2 റിവേഴ്സിനും ഇടയിലുള്ള മേഖലയാണ് ഈ ഡോബ്. അപ്പോൾ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തർക്ക വിഷയങ്ങളായിരിക്കും സാധാരണയായിട്ട് വിജയനഗര സാമ്രാജ്യവും ബഹ്മാനി സാമ്രാജ്യവും തമ്മിൽ നിലനിന്നു പോയത്. പിന്നെ അത് മാത്രമല്ലാതെ കൃഷ്ണ ഗോദാവരി ഡെൽറ്റ സംബന്ധിച്ചും തർക്കമുണ്ടായി. പിന്നെ മറാത്ത്വാഡ എന്ന് പറയുന്ന പ്രദേശവുമായി സംബന്ധിച്ചും തർക്കമുണ്ടായി. ഇപ്പം പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഈ റൈച്ചൂർ ഡോബാണ്. റൈച്ചൂർ ഡോബുമായി ബന്ധപ്പെട്ടാണ്
വിജയനഗര സാമ്രാജ്യവും ബഹ്മാനി സാമ്രാജ്യവും തമ്മിൽ തർക്കമുണ്ടായതെന്ന് കൂടി ഒന്ന് ഓർക്കുക. ഓക്കെ, ഇനി വിജയനഗര സാമ്രാജ്യത്തിനെ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡൽഹി സുൽത്താനത്ത് ഭരിച്ചത് സ്ലേവ് ഡൈനാസ്റ്റി, പിന്നെ ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക്ക് ഡൈനാസ്റ്റി, ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ വിജയനഗര ഭരിച്ച രാജാക്കന്മാരെ 4 ഡൈനാസ്റ്റി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതിലെ ആദ്യത്തെയാണ് സംഗമ ഡൈനാസ്റ്റി, പിന്നെ സലുവ ഡൈനാസ്റ്റി, പിന്നെ തുളുവ ഡൈനാസ്റ്റി, പിന്നെ അരവീഡു ഡൈനാസ്റ്റി. ഈ 4 പേരുകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ വേണ്ടത് അവ രൂപീകരിച്ച ആൾക്കാർ ആരൊക്കെയാണെന്ന്. നമ്മൾ പറഞ്ഞ കാര്യമാണ്, വിജയനഗര സാമ്രാജ്യം രൂപീകരിച്ചത് ആരാണ്? ഹരിഹർ ആൻഡ് ബുക്ക അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഡൈനാസ്റ്റിയായുള്ള സംഗമ ഡൈനാസ്റ്റി രൂപീകരിച്ചതും ആര് തന്നെയായിരിക്കും? ഹരിഹർ ആൻഡ് ബുക്ക. സലുവ ഡൈനാസ്റ്റി രൂപീകരിച്ചത് സലുവ നരസിംഹ. തുളുവ ഡൈനാസ്റ്റി രൂപീകരിച്ചത് വീര നരസിംഹ. അരബിഡു ഡൈനാസ്റ്റി രൂപീകരിച്ചത് തിരുമല. സോ ഈ 4 ഡൈനാസ്റ്റികളും 4 കാലഘട്ടത്തിലായിട്ട് വിജയനഗര സാമ്രാജ്യത്തിൽ നിലകൊണ്ടിരുന്നു. ഈ 4 ഡൈനാസ്റ്റികളെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള ഒരു റൂളറെ കുറിച്ചും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് തുളുവ ഡൈനാസ്റ്റിയിലെ ഒരു റൂളറായിട്ടുള്ള കൃഷ്ണദേവരായ. അദ്ദേഹം ഫേമസ് ആവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കൃതി ആയിട്ടുള്ള അമുക്തമല്യാദ. ഈ ഒരു കൃതിയിൽ നിന്നാണ് ഈ വിജയനഗര സാമ്രാജ്യത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള ഒരു വിവരം തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ കൃഷ്ണദേവരായ ഫേമസ് ആവാനുള്ള കാരണവും. മാത്രമല്ല അദ്ദേഹമാണ് ഈ വിജയനഗര സാമ്രാജ്യത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു രാജാവായി അല്ലെങ്കിൽ മികച്ചൊരു റൂളറായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബാബർ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഈ കൃഷ്ണദേവരായയും നിലനിന്നു പോയിരുന്നത്. കൃഷ്ണദേവരായ ഏത് ഡൈനാസ്റ്റിയുടേതാണ്? തുളുവ ഡൈനാസ്റ്റി. തുളുവ ഡൈനാസ്റ്റിയിലെ ഒരു പ്രധാനപ്പെട്ട റൂളറാണ് കൃഷ്ണദേവരായ. ഓക്കെ, പിന്നെ കൃഷ്ണദേവരായയെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് ആന്ധ്രാഭോജൻ എന്ന വിശേഷണം. പിന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സിനെ അലങ്കരിച്ച പ്രധാനപ്പെട്ട പോയറ്റുകൾ, കവികൾ 8 പേരുണ്ടായി. 8 പേര്. ഓക്കെ, അതാണ് അഷ്ടദിഗ്ഗജാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സദസ്സിനെ അലങ്കരിച്ച 8 കവികളാണ് അഷ്ടദിഗ്ഗജാസ്. അഷ്ട എന്ന് വെച്ചാൽ 8, ദിഗ്ഗജാസ് എന്ന് വെച്ചാൽ പോയറ്റ്. ഓക്കെ, സോ അഷ്ടദിഗ്ഗജാസ് ഏത് രാജാവിൻ്റെ സദസ്സുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ കൃഷ്ണദേവരായ എന്നോർക്കുക. കൃഷ്ണദേവരായ തുളുവ ഡൈനാസ്റ്റിയിൽ പെടുന്നു. അത് വരുന്നത് വിജയനഗര സാമ്രാജ്യത്തിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ ഈ അഷ്ടദിഗ്ഗജാസിൽ പെടുന്നത് അല്ലെങ്കിൽ അഷ്ടദിഗ്ഗജാസിലുള്ള പ്രധാനപ്പെട്ട കവികളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയും ആൾക്കാരുണ്ട്, 8 ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ 4 ആൾക്കാരെ പറഞ്ഞിട്ടുള്ളൂ. ഇതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് പെദ്ദന പോപ്പുലർ ആവാനുള്ള കാരണം മനുചരിതം രചിച്ചതുകൊണ്ടാണ്. മനുചരിതം ആരാണ് രചിച്ചത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ തിമ്മയ്യ, സുറോണ, തെന്നാലി രാമകൃഷ്ണ, ഇത്രയും ആൾക്കാരാണ് അഷ്ടദിഗ്ഗജാസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കവികൾ. ഓക്കെ, ഇനി കൃഷ്ണദേവരായയുടെ പ്രധാനപ്പെട്ട ലിറ്ററേച്ചേഴ്സ് ഏതൊക്കെയാണ് നോക്കുക. അമുക്തമല്യാദ റീസെൻ്റ് ആയിട്ട് TCS നടത്തിയിട്ടുള്ള എക്സാമുകളിൽ ചോദിച്ച ഒരു കൃതിയാണ്. അമുക്തമല്യാദ രചിച്ചത് ആരാണ്? കൃഷ്ണദേവരായ. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ജംബവതി കല്യാണം, ഉഷപരിണയം. സോ ആ 3 കൃതികളുടെ പേരും കൂടി ഒന്ന് ഓർക്കുക കൃഷ്ണദേവരായയിൽ. ഓക്കെ, കൃഷ്ണദേവരായയിൽ കൂടുതലൊന്നും ഓർക്കാനൊന്നും ഇല്ല. ഇദ്ദേഹം ബാബറിൻ്റെ കണ്ടംപററി ആയിരുന്നു. ആന്ധ്രാഭോജൻ എന്ന വിശേഷണം അഷ്ടദിഗ്ഗജാസ് ഇദ്ദേഹത്തിൻ്റെ സദസ്സിനെ അലങ്കരിച്ച കവികളാണ്. പിന്നെ ഈ പറയുന്ന 3 ലിറ്ററേച്ചേഴ്സും ഇത്രയും ഓർക്കണ്ടു. അപ്പോൾ നമുക്കിനി ബഹുമാനി കിങ്ഡത്തിലേക്ക് പോയിക്കൂടെ? യെസ്, ബഹുമാനി കിങ്ഡം ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് നിലനിന്നിരുന്ന സാമ്രാജ്യമാണ്. ഓക്കെ, ഈ ബഹുമാനി കിങ്ഡത്തിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് ഓർക്കുക. അലാവുദ്ദീൻ ഹസൻ ബഹ്മാൻ ഷാ. ബഹുമാനി കിങ്ഡത്തിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ഗുൽബർഗ എന്ന് പറയുന്നത് കർണാടകത്തിലെ ഒരു സ്ഥലമാണ് കേട്ടോ, ഗുൽബർഗ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ബഹുമാനി കിങ്ഡത്തിൽ ഭരിച്ചു. അതിനുശേഷം പല തർക്കങ്ങളും കാരണം ഈ ബഹുമാനി കിങ്ഡം പിരിഞ്ഞ് 5 ചെറിയ ചെറിയ കിങ്ഡമായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ 5 ചെറിയ ചെറിയ കിങ്ഡംസ് ആണ്. ഒന്ന് ബേരാർ, ഒന്ന് ബിജാപൂർ, അഹമ്മദ് നഗർ, ഗോൽക്കൊണ്ട, ബൈദർ. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ഗോൽക്കൊണ്ടയാണ്. ഗോൽക്കൊണ്ട കിങ്ഡത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. കുത്തുബ് ഷാഹിയാണ്
അവരുടെ സ്ഥാപകൻ കുത്തുബ് ഷാഹി. ഓക്കെ, ഇനി കുത്തുബ് ഷാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ വേറെ ചെറിയ കാര്യങ്ങൾ കൂടി ഓർക്കാനുണ്ട്. എന്താണ്? കൂലി കുത്തുബ് ഷാഹി കേട്ടോ, ക്യൂലി കുത്തുബ് ഷാഹി. പേരുകളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കൂലി കുത്തുബ് ഷാഹി. ഈ കൂലി കുത്തുബ് ഷാഹിയുടെ മറ്റ് പ്രത്യേകതകളാണ്, ഇദ്ദേഹമാണ് ഹൈദരാബാദ് സിറ്റിയുടെ ഫൗണ്ടർ. ഹൈദരാബാദ് സിറ്റി. പിന്നെ ഗോൽക്കൊണ്ട ഫോർട്ട്, ഗോൽക്കൊണ്ട എന്ന കിങ്ഡത്തിന്റെ സ്ഥാപകൻ കൂലി കുത്തുബ് ഷാ. കൂലി കുത്തുബ് ഷായെ കുറിച്ച് പറയുന്നതാണ് ഹൈദരാബാദ് സിറ്റിയുടെ ഫൗണ്ടർ. പിന്നെ ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ ഫൗണ്ടർ. ഈ ഗോൽക്കൊണ്ട ഫോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് എക്സാമിന് ചോദിച്ചതാണ്, ഓർക്കുക. ഹൈദരാബാദ് ആണ് കേട്ടോ, ഹൈദരാബാദ്. ഇനിയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ചാർമിനാറും ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. ചാർമിനാർ. ഇത്രയും കാര്യങ്ങൾ കൂലി കുത്തുബ് ഷായുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കുക. കൂലി കുത്തുബ് ഷായാണ് ഗോൽക്കൊണ്ട എന്ന കിങ്ഡത്തിന്റെ ഫൗണ്ടർ, ഹൈദരാബാദ് സിറ്റിയുടെ ഫൗണ്ടർ. ഗോൽക്കൊണ്ട ഫോർട്ട് പണിതു, ചാർമിനാറും ഇദ്ദേഹമാണ് പണിതത്. ഓക്കെ, അപ്പം ഈ 5 കിങ്ഡംസ് ആയിട്ട് ബഹ്മാനി കിങ്ഡം പിരിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഈ 5 കിങ്ഡംസും ഒരുമിച്ച് നിന്നു ഒരു കാലത്ത്, അതായത് 1565 എന്ന കാലഘട്ടത്തിൽ. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ഈ വിജയനഗര സാമ്രാജ്യവുമായിട്ട് ഏറ്റുമുട്ടി. ആ സമയത്ത് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട റൂളറായിരുന്നു രാമരാജ. ഓക്കെ, രാമരാജ വേഴ്സസ് ഈ 5 കിങ്ഡംസ്. അതായിരുന്നു 1565 നടന്നത് ബാറ്റിൽ ഓഫ് തളിക്കോട്ട. രാമരാജനെ അവർ പരാജയപ്പെടുത്തി, അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. അതിനുശേഷം അദ്ദേഹത്തെ വധിച്ചു. ഇങ്ങനെയാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ ശക്തി അവിടെ ക്ഷയിക്കുന്നത്. അതിനുശേഷം വന്നതാണ് അരവിഡു ഡൈനാസ്റ്റി. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ വിജയനഗര സാമ്രാജ്യവും ബഹ്മാനി കിങ്ഡവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചതിന് ശേഷം സിക്കിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. വിജയനഗര സാമ്രാജ്യം, ബഹ്മാനി സാമ്രാജ്യം, ഇത് രണ്ടുമാണ് നമ്മൾ തുടങ്ങിയത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ഒരു പീരീഡ് പറയുന്നു 1336 to 1565 കാലഘട്ടം. ഡൽഹി സുൽത്താനേറ്റ് നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടം. ഹംപി ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ. ഹംപിയിലാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മോനുമെന്റ്സ്, ടെമ്പിൾസ്, ആർക്കിടെക്ചേഴ്സ്, ഇവയുടെ അവശിഷ്ടങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഹംപി കർണാടകത്തിലെ ഒരു സ്ഥലമാണെന്ന് കൂടി ഓർക്കുക. വിജയനഗര സാമ്രാജ്യത്തിലേക്ക് വിസിറ്റ് ചെയ്ത വ്യക്തികളാണ് ഇബിൻ ബത്തൂത്ത, നിക്കോളോ ഡി കോണ്ടി, അബ്ദുൾ റസാഖ്, ഡൊമിംഗോ പയസ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടേഴ്സ് ആണ് ഹരിഹർ ആൻഡ് ബുക്ക. വിജയനഗര സാമ്രാജ്യവും ബഹ്മാനി കിങ്ഡവും തമ്മിൽ എപ്പോഴും പരസ്പരം തർക്കത്തിലാണ് ഉണ്ടാവാറ്. അതിനുള്ള പ്രധാന കാരണം ഒന്ന് റൈച്ചൂർ ഡോബാണ്. റൈച്ചൂർ ഡോബ് എന്ന് പറയുന്നത് കൃഷ്ണ റിവറിൻ്റെയും തങ്കഭദ്ര റിവറിൻ്റെയും ഇടയിലുള്ള പ്രദേശമാണ്. പിന്നെ കൃഷ്ണ ഗോദാവരി ഡെൽറ്റയുടെ പേരിലും ഇവർ തമ്മിൽ തർക്കമുണ്ടാവാറുണ്ട്. പിന്നെ ഈ ഒരു വിജയനഗര സാമ്രാജ്യത്തെ നമ്മൾ 4 കാലഘട്ടമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 4 ഡൈനാസ്റ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് സംഗമ ഡൈനാസ്റ്റി. അതാണ് ഹരിഹറും ബുക്കയും നിർമ്മിച്ചത്. പിന്നെ ഉള്ളത് സലുവ ഡൈനാസ്റ്റി. സലുവ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ സലുവ നരസിംഹ. പിന്നെ തുളുവ ഡൈനാസ്റ്റി, വീര നരസിംഹയാണ് അതിൻ്റെ സ്ഥാപകൻ. അരവിഡു ഡൈനാസ്റ്റി, അതിൻ്റെ സ്ഥാപകൻ തിരുമല. ഈ തുളുവ ഡൈനാസ്റ്റിയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായ ബാബറിൻ്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ്. ആന്ധ്രാഭോജ എന്നൊരു വിശേഷണമുണ്ട്. പിന്നെ അഷ്ടദിഗ്ഗജാസ്, അദ്ദേഹത്തിൻ്റെ സദസ്സിനെ അലങ്കരിച്ച 8 കവികളായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട കവികളാണെന്ന് പെദ്ദന, തിമ്മയ്യ, സുറോണ, തെന്നാലി രാമകൃഷ്ണ. കൃഷ്ണദേവരായയുടെ പ്രധാനപ്പെട്ട ലിറ്ററേച്ചേഴ്സ് ആണ് അമുക്തമല്യാദ, ജംബവതി കല്യാണം, ഉഷപരിണയം. ഈ അമുക്തമല്യാദയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. മറ്റു രണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു ബഹ്മാനി കിങ്ഡം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വിജയനഗര സാമ്രാജ്യത്തിന് നോർത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ സ്ഥാപകനെ ഓർക്കുക, അലാവുദ്ദീൻ ഹസൻ ബഹ്മാൻ ഷാ. ക്യാപിറ്റലാണ് ഗുൽബർഗ. കുറേ കാലം ഭരിച്ചതിന് ശേഷം ഈ ഒരു വലിയൊരു കിങ്ഡം പൊട്ടി ചെറിയ ചെറിയ കിങ്ഡംസായി മാറി. 5 കിങ്ഡംസ് ആണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്ന് ഓർക്കുക: ബേരാർ, ബിജാപൂർ, അഹമ്മദ് നഗർ, ഗോൽക്കൊണ്ട, ബൈദർ. ഇതിൽ ഗോൽക്കൊണ്ടയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ സ്ഥാപകൻ കൂലി കുത്തുബ് ഷാഹി. കൂലി കുത്തുബ് ഷാഹിയുടെ പ്രധാന സൃഷ്ടികളാണൊന്ന് ഹൈദരാബാദ് സിറ്റി, ഗോൽക്കൊണ്ട ഫോർട്ട്, ചാർമിനാർ. ഓക്കെ, ഈ 5 കിങ്ഡംസും വിജയനഗര സാമ്രാജ്യവുമായിട്ട്
യുദ്ധം ചെയ്തു. 5 കിങ്ഡംസും ഒരുമിച്ച് നിന്നിട്ടാണ് വിജയനഗര സാമ്രാജ്യത്തിനോട് യുദ്ധം ചെയ്തത്. ആ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് തലിക്കോട്ട എന്നറിയപ്പെടുന്നത് 1565 അല്ലെങ്കിൽ ഇതിനെ ബാറ്റിൽ ഓഫ് രാക്ഷസ എന്നൊക്കെ പേരുണ്ട്. ബാറ്റിൽ ഓഫ് രാക്ഷസ. ബാറ്റിൽ ഓഫ് രാക്ഷസ 1565. വിജയനഗര സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം നയിച്ചത് രാമരാജനായിരുന്നു. അപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിനെ ജയിലിലടച്ചു, ശേഷം വധിച്ചു. അങ്ങനെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശക്തി അവിടെ ക്ഷയിക്കുകയായിരുന്നു. പിന്നീട് വന്ന ഡൈനാസ്റ്റിയാണ് ഈ അരബിഡു ഡൈനാസ്റ്റി വിജയനഗര സാമ്രാജ്യത്തിലെ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇനി നമുക്ക് സിക്കിസത്തിലേക്ക് പോവാം. 15th സെഞ്ച്വറിയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പഞ്ചാബ് റീജിയണിൽ ഫോം ചെയ്ത ഒരു മതമാണ് സിഖ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മതം ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ 2% വരുന്നത് സിഖ് മതക്കാരാണ്. ലോകത്തിലെ 5ാമത് ലാർജസ്റ്റ് റിലീജിയനാണ് ഈ സിഖിസം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ തന്നെ 2% പോപ്പുലേഷൻ സിഖുകാരാണ്. ഇപ്പോൾ കാനഡ നോക്കുകയാണെങ്കിൽ കാനഡയിൽ 1.5% സിഖുകാരാണ്. അപ്പോൾ ലോകത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു മതമാണ് ഈ സിഖിസം എന്ന് ഓർക്കുക. ഗുരു നാനാക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്പിരിച്വൽ ടീച്ചിങ്ങിലൂടെയാണ് സിഖിസം എന്ന ഈ ഒരു മതം രൂപം കൊണ്ടത് എന്നുകൂടി ഓർക്കുക. ഗുരു നാനാക്ക് ജനിക്കുന്ന വർഷം 1469 സോ 1469 മുതൽ ഇങ്ങോട്ടാണ് സിഖ് മതം രൂപം കൊണ്ടത് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കാലയളവിൽ ഗുരു നാനാക്ക് ദേവിൽ തുടങ്ങി 10 ഗുരുക്കന്മാരായിരുന്നു ഈ സിഖിസത്തിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഗുരു നാനാക്ക് ദേവാണ്. പിന്നെയുള്ള ബാക്കി ഗുരുക്കൾ ഏതൊക്കെയാണ്, ഈ ഓരോ ഗുരുക്കളുടെയും പ്രത്യേകത എന്തൊക്കെയാണ് അവർ കണ്ടെത്തിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഗുരുവാണ് ഗുരു നാനാക്ക് ദേവ്. അദ്ദേഹം ജനിക്കുന്നത് 1469 കാലഘട്ടത്തിൽ 1538 വരെ ജീവിച്ചിരുന്നു. അദ്ദേഹം ജനിച്ച സ്ഥലം ഓർക്കുക, താൽവാടി വില്ലേജ്, ലാഹോറിലെ പാകിസ്ഥാനിലെ ലാഹോർ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം അവിടുത്തെ താൽവാടി വില്ലേജിലാണ് ഗുരു നാനാക്ക് ദേവ് ജനിച്ചത്. സിഖിസത്തിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ഗുരു നാനാക്ക് ദേവാണ്. ഒറ്റ ഗുരു എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതും ഗുരു നാനാക്ക് ദേവാണ്. ഈ ഒരു 3 കാര്യങ്ങളാണ് ഈ ഗുരു നാനാക്ക് ദേവുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കേണ്ടത്. ഈ 1538 എന്ന് ഓർക്കുമ്പോൾ നമുക്കറിയാം ബാബറിൻ്റെ കാലഘട്ടം, അതായത് ബാബറിൻ്റെ കണ്ടംപററി ആയിരുന്നു ഗുരു നാനാക്ക് ദേവ്. ഓക്കെ, അത് ഗുരു നാനാക്ക് ദേവിന് ശേഷം വന്ന അടുത്ത ഗുരുവായിരുന്നു ഗുരു അംഗദ് ദേവ്. ഗുരു അംഗദ് ദേവ് ആണ് ഗുരുമുഖി സ്ക്രിപ്റ്റ് രചിച്ചത്. ഗുരുമുഖി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗുരുമുഖി ലിപി എന്ന് പറയുന്നത് പഞ്ചാബി ലാംഗ്വേജ് എഴുതാൻ വേണ്ടി രൂപീകരിച്ച ഒരു ലിപിയാണ്. ഓക്കെ, ഗുരുമുഖി ലിപി പഞ്ചാബി ലാംഗ്വേജിന് വേണ്ടി. പിന്നെ അതിനുശേഷം വന്ന സിഖ് ഗുരുവാണ് ഗുരു അമർദാസ് സാഹിബ്. ഗുരു അമർദാസ് സാഹിബ് അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അക്ബർ, കൂടുതലൊന്നും അദ്ദേഹത്തെ പറ്റി അറിയേണ്ടതായിട്ടില്ല. പിന്നെയുള്ളത് ഗുരു രാംദാസ് ആണ്. ഗുരു രാംദാസ് ആണ് ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് കേട്ടില്ല, അമൃത്സർ, പഞ്ചാബിലെ അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിൾ. ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ച വ്യക്തിയാണ് ഗുരു രാംദാസ്. പക്ഷേ ഗോൾഡൻ ടെമ്പിൾ പണിതത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് നെക്സ്റ്റ് ഗുരുവായിട്ടുള്ള ഗുരു അർജുൻ ദേവിനെയാണ്. 5ാമത് ഗുരുവാണ് ഗുരു അർജുൻ ദേവ്. ഇദ്ദേഹമാണ് ഗോൾഡൻ ടെമ്പിൾ അറ്റ് അമൃത്സർ പണി കഴിപ്പിച്ചത്. ഈ ഗോൾഡൻ ടെമ്പിളിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ശ്രീ ദർബാർ സാഹിബ് എന്നാണ് അത് പേര്. ശ്രീ ദർബാർ സാഹിബ്, ഇതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ മറ്റൊരു പേര്. അതുകൂടെ ഒന്ന് ഓർക്കുക. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി ഗുരു അർജുൻ ദേവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുണ്ട്. ഓക്കെ, ആദ്യം ഗുരു അർജുൻ ദേവാണ് ആദി ഗ്രന്ഥ് കമ്പൈൽ ചെയ്ത വ്യക്തി. ആദി ഗ്രന്ഥ് എന്ന് പറയുന്നത് എന്താണ്? സിഖിസത്തിൻ്റെ ഹോളി സ്ക്രിപ്ചർ എന്നറിയപ്പെടുന്നു. സിഖിസത്തിൻ്റെ ഒരു വേദം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ആദി ഗ്രന്ഥാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദി ഗ്രന്ഥ് കമ്പൈൽ ചെയ്തത് ഗുരു അർജുൻ ദേവാണ്. ഗുരു അർജുൻ ദേവാണ് ആദ്യത്തെ സിഖ് മാർട്ടിർ എന്ന് അറിയപ്പെടുന്നത്. സിഖ് ചരിത്രത്തിലെ ആദ്യത്തെ സിഖ് മാർട്ടിർ എന്ന് വെച്ചാൽ രക്തസാക്ഷി. ഓക്കെ, ഫസ്റ്റ് രക്തസാക്ഷി ഇൻ സിഖ് ഹിസ്റ്ററി ആരാണ്? ഗുരു അർജുൻ ദേവ്. ഗുരു അർജുൻ ദേവിനെ വധിച്ചത് മുഗൾ സാമ്രാജ്യത്തിലെ
ജഹാംഗീർ എന്ന ഭരണാധികാരിയാണ്. വധിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മുഗൾ സാമ്രാജ്യത്തിനെതിരെ നിന്ന അല്ലെങ്കിൽ ജഹാംഗീറിനെതിരെ നിന്ന ഒരു റിബൽ പ്രിൻസിനെ അനുഗ്രഹിച്ചു എന്ന പേരിലാണ് ഈ ഗുരു അർജുൻ ദേവിനെ വധിക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം, അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിൾ, പഞ്ചാബിലെ അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിൾ നിർമ്മിച്ചത് ഗുരു അർജുൻ ദേവാണ്. ഗുരു അർജുൻ ദേവ് നിർമ്മിച്ച ഈ ഗോൾഡൻ ടെമ്പിളിൽ ഗോൾഡൻ ബ്യൂട്ടിഫിക്കേഷൻ നടത്തിയ വ്യക്തിയാണ് ഈ മഹാരാജ രഞ്ജിത് സിംഗ്. മഹാരാജ രഞ്ജിത് സിംഗ് എന്ന് പറയുന്നത് ഷേർ ഇ പഞ്ചാബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഷേർ ഇ പഞ്ചാബ് എന്ന് വെച്ചാൽ ലയൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്നു. പഞ്ചാബിൽ സിഖ് റൂള് കൊണ്ടുവന്ന വ്യക്തിയാണ് ഈ മഹാരാജ രഞ്ജിത് സിംഗ്. ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെ ശക്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു ഈ മഹാരാജ രഞ്ജിത് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടിയാണ് പഞ്ചാബിൽ സിഖിൻ്റെ പവർ തന്നെ നഷ്ടപ്പെടാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ക്ഷയിക്കാൻ തുടങ്ങിയത്. ഈ ഒരു കാര്യത്തോട് കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ടതാണ്. എക്സാമിന് ചോദിച്ചൊരു പോയിന്റ്, വളരെ റയർ ഫാക്റ്റ്, ഹവാമഹൽ പണിതതാര് എന്ന്. ഹവാമഹൽ പണിത വ്യക്തിയാണ് സവായ് പ്രതാപ് സിംഗ്. 1799 ഈ ഹവാമഹൽ പണിയുന്നത്. ആ പണിത വ്യക്തിയാണ് സവായ് പ്രതാപ് സിംഗ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റൂൾ അറിയണമെന്നോ, അടുത്ത ഗുരുവിനെയാണ് നോക്കേണ്ടത്. 6ാമത് ഗുരുവായിട്ടുള്ള ഗുരു ഹർഗോബിന്ദ് സാഹിബ്. തൻ്റെ പിതാവായിട്ടുള്ള ഗുരു അർജൻ ദേവ് മരിച്ചതിനെ തുടർന്ന് ഗുരു ഹർഗോബിന്ദ് സാഹിബ് സ്വന്തമായിട്ടൊരു ആർമിയൊക്കെ ഫോം ചെയ്തു. ചെറിയ രീതിയിലുള്ള ഒരു ആർമി. എന്തിനു വേണ്ടി? വിശ്വാസം സംരക്ഷിക്കുക, സിഖ് മതം സംരക്ഷിക്കുക എന്ന രീതിയിൽ ആണ് ഹർഗോബിന്ദ് സാഹിബ് പുതിയതായിട്ടൊരു ആർമിയൊക്കെ രൂപം കൊടുത്തത്. പിന്നെ ഇത് ജഹാംഗീർ, ഷാജഹാൻ ഇങ്ങനെയുള്ള മുഗൾ ഭരണാധികാരികൾക്കെതിരെ നിലനിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഗുരു ഹർഗോബിന്ദ് സാഹിബ്. അതിനുശേഷം വന്ന 7ാമത് ഗുരു ആണ് ഗുരു ഹർ റായ് സാഹിബ്. ഗുരു ഹർ റായ് സാഹിബാണ് എന്ത്? ഷാജഹാന്റെ മകനായുള്ള ഡാരാ ഷിക്കോവ്, ഔറംഗസേബ്, ഇതൊക്കെ നമ്മൾ ഓർത്തതാണ്. ഡാരാ ഷിക്കോവിനെ ഔറംഗസേബ് വധിച്ചു എന്നൊക്കെ പറയുന്നല്ലോ. അപ്പം ഡാരാ ഷിക്കോവിന് അഭയം കൊടുത്ത വ്യക്തിയാണ് ഈ ഗുരു ഹർ റായ് സാഹിബ്. പിന്നെ വന്ന ഗുരുവാണ് 8ാമത് ഗുരു ഹർ കൃഷ്ണൻ സാഹിബ്. വെറും 5 വയസ്സുള്ളപ്പോഴാണ് ഗുരു ഹർ കൃഷ്ണൻ സാഹിബിനെ ഗുരുവായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഔറംഗസേബിൻ്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തി. അടുത്ത ഗുരുവാണ് 9ാമത് ഗുരുവായിട്ടുള്ള ഗുരു തേജ് ബഹദൂർ സാഹിബ്. ഗുരു തേജ് ബഹദൂർ സാഹിബാണ് ആനന്ദ്പൂർ എന്ന് പറയുന്ന ഒരു പട്ടണം രൂപം കൊടുത്തത്. ഇദ്ദേഹം ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഔറംഗസേബ് ഹിന്ദു കാശ്മീരി പണ്ഡിതന്മാരെ ഫോഴ്സ് ചെയ്തിട്ട് മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ എതിർത്ത വ്യക്തിയാണ് ഗുരു തേജ് ബഹദൂർ സാഹിബ്. അങ്ങനെ എതിർത്തു എന്നതിൻ്റെ പേരിലാണ് ഗുരു തേജ് ബഹദൂർ സാഹിബിനെ ഔറംഗസേബ് വധിക്കുന്നത്. അങ്ങനെ വധിച്ചതിന് ശേഷം അടുത്ത ഗുരുവായി വന്നിട്ടുള്ള ഗുരു ഗോവിന്ദ് സിംഗ് സാഹിബ് എന്തു ചെയ്തു? തൻ്റെ ഫാദറായിട്ടുള്ള ഗുരു തേജ് ബഹദൂർ സാഹിബിൻ്റെ മരണത്തെ പ്രതിഷേധിച്ചുകൊണ്ടാണ് 1699 കൽസ പാന്ത് എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചത്, അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ രൂപീകരിച്ചത്. കൽസ അല്ലെങ്കിൽ കൽസ പാന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1699 ഗുരു ഗോവിന്ദ് സിംഗ്, 10ാമത് സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോവിന്ദ് സിംഗ് ആണ് കൽസ പാന്ത് അല്ലെങ്കിൽ കൽസ രൂപീകരിക്കുന്നത്. ഈ കൽസ അല്ലെങ്കിൽ കൽസ പാന്ത് എന്നൊക്കെ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റി എന്താണ്? തൻ്റെ ഗുരുവിന് വേണ്ടിയിട്ട് എന്തും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ആർമി, ഒരു കൂട്ടം സിഖ് മതക്കാരെ അല്ലെങ്കിൽ ഒരു കൂട്ടം കൽസ സിഖുകളെ രൂപീകരിച്ചു. ഈ കൽസ സിഖ് 1699 രൂപീകരിച്ചപ്പോൾ ഈ കൽസ സിഖ് ധരിക്കേണ്ട ഡ്രസ്സുകളുണ്ട്. അപ്പം ഈ ധരിക്കേണ്ട അവരുടെ രൂപങ്ങൾ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് 5 Ks എന്ന് പറയുന്നത്. 5 Ks. ഈ 5 Ks എന്ന് പറയുന്നത് കൽസ സിഖുമായി ബന്ധപ്പെട്ടതാണ്. 1699 രൂപം കൊടുത്തതാണ്. ഈ 5 Ks ഏതൊക്കെയാണെന്ന് വെച്ചാൽ കേശ്, കങ്ക, കാര, ഖച്ചറ, കിർപ്പൻ. അവരുടെ വസ്ത്രം അല്ലെങ്കിൽ അവരുടെ രൂപം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കൽസ ഫോളോ ചെയ്യുന്ന സിഖുകാരുടെ. കേശ് എന്ന് പറയുന്നത് മുറിക്കാത്ത മുടി, അൺകട്ട് ഹെയർ. കങ്ക എന്ന് പറയുന്നത് എ വുഡൻ കോംബ് ഫോർ ദ ഹെയർ, മുടിയിൽ വെക്കുന്ന ഒരു വുഡൻ കോംബ്. പിന്നെ കാര എന്ന് പറയുന്നത് അയൺ ബ്രേസ്ലെറ്റ് ധരിച്ചിരിക്കണം. പിന്നെ കച്ചറ എന്ന് പറയുന്നത് 100% കോട്ടൺ ടേബിൾ അണ്ടർ ഗാർമെൻറ്റ് ധരിച്ചിരിക്കണം. കിർപ്പൻ എന്ന് പറയുന്നത് എൻ അയൺ ഡാഗർ ലാർജ് ഇനഫ് ടു ഡിഫെൻഡ് വൺ സെൽഫ്. സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടൊരു കത്തി കൊണ്ട് നടക്കണം, അയൺ കത്തി കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞത്
ആണ് ഈ കിർപ്പൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവരുടെ ഡ്രസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ 5 കേസ്. ഇത് റയർ ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്, എക്സാമിന് ചോദിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയത്. 5 കേസ് ആരുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചാൽ സിഖ് ഗുരുക്കളുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. ഏത് ഗുരുവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ 10ാമത് ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് സാഹിബുമായി ബന്ധപ്പെട്ടതാണ്. 1699 അദ്ദേഹം കൽസ രൂപീകരിച്ചു. അപ്പം ഇതുമായി ലിങ്ക് ചെയ്ത സംഭവമാണ് ഈ 5 കേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഈ ഗുരു ഗോബിന്ദ് സാഹിബ് പ്രതിഷേധിച്ചു. അങ്ങനെ 1708 അദ്ദേഹം അസാസിനേറ്റ് ചെയ്യപ്പെട്ടു. അസാസിനേറ്റ് ചെയ്യപ്പെടുന്നതിന് മുന്നേ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായി? ആദി ഗ്രന്ഥ്, അതായത് അർജുൻ ദേവ് രൂപീകരിച്ച ആദി ഗ്രന്ഥ്, പിന്നെ ഗുരു തേജ് ബഹദൂറിൻ്റെ ഹൈമൻസ്, ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് പുതിയതായിട്ടൊരു സ്ക്രിപ്ചർ രൂപീകരിച്ചു. അതാണ് ഗുരുഗ്രന്ഥ് സാഹിബ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഗുരു ഗോബിന്ദ് സിംഗ് മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം തീരുമാനിച്ചിരുന്നു താനായിരിക്കും അവസാനത്തെ മനുഷ്യ രൂപത്തിലുള്ള ഗുരു എന്ന്. അതിനുശേഷം ഗുരുവായിട്ട്, എവർലാസ്റ്റിംഗ് ഗുരുവായിട്ട് തുടരുക ഈ ഗുരുഗ്രന്ഥ് സാഹിബ് ആണ് എന്ന്. പുതിയ അവരുടെ സിക്കിസത്തിൻ്റെ സ്ക്രിപ്ചർ ആയിട്ടുള്ള ഗുരുഗ്രന്ഥ് സാഹിബായിരിക്കും ഇനി തുടർന്ന് അങ്ങോട്ടുള്ള കാലത്ത് ഗുരുവായിട്ട് തുടരുക എന്ന് തീരുമാനിച്ചിരുന്നു. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഈ സിക്കിസവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ സ്ഥാപിച്ചത് ആരാണ്. പിന്നെ ഇപ്പോൾ ചോദിച്ച ഈ 5 കേസ് ഏത് സിഖ് ഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ സിക്കിസവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചത് കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് റിപ്പീറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് മറാത്ത സ്റ്റേറ്റിലേക്ക് പോവാം. അപ്പം സിക്കിസം എന്ന് പറയുന്നത് ഒരു മതമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പഞ്ചാബ് റീജിയണിലായിട്ട് 15ാമത് സെഞ്ചുറി AD രൂപം കൊണ്ട ഒരു മതമാണിത്. ലോകത്തിലെ തന്നെ 5ാമത് ലാർജസ്റ്റ് ഓർഗനൈസ്ഡ് റിലീജിയനാണ്. ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 2% പോപ്പുലേഷനും സിഖ് മതക്കാരാണ്. സിക്കിസം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗുരു നാനാക്ക് ദേവിൻ്റെ സ്പിരിച്വൽ ടീച്ചിങ്ങിലൂടെയാണെന്ന് പറയണം. സോ ഗുരു നാനാക്ക് ദേവാണ് ആദ്യത്തെ സിഖ് ഗുരുവായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിക്കുന്നത് 1469 ലാഹോറിലെ തൽവാഡി വില്ലേജിലാണ്. ഫൗണ്ടർ ഓഫ് സിക്കിസം എന്നറിയപ്പെടുന്നു. ഒറ്റ ഗുരു എന്നൊരു കോൺസെപ്റ്റ് അദ്ദേഹമാണ് കൊണ്ടുവന്നത്. പിന്നെ ഗുരു അങ്കാദ് ദേവിനെ പറഞ്ഞു. ഗുരുമുഖി ലിപി രൂപീകരിച്ചത് ഗുരു അങ്കാദ് ദേവാണ്. പിന്നെ ഗുരു അമർദാസ് സാഹിബ് പറഞ്ഞു, ഗുരു രാംദാസ് പറഞ്ഞു, പിന്നെ ഗുരു അർജൻ ദേവ് പറഞ്ഞു. ഗുരു അർജൻ ദേവാണ് ആദി ഗ്രന്ഥ് കമ്പൈൽ ചെയ്യുന്നത്. ആദ്യത്തെ മാർട്ടിയർ ഓഫ് സിഖ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ഗുരു അർജൻ ദേവാണ്. ഗോൾഡൻ ടെമ്പിൾ അമൃത്സർ, അതായത് പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ രൂപീകരിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചത് ഗുരു അർജൻ ദേവാണ്. ഈ ഗോൾഡൻ ടെമ്പിലെ ഗോൾഡൻ ബ്യൂട്ടിഫിക്കേഷൻ നടത്തിയത് മഹാരാജ രഞ്ജിത് സിംഗ് ആണ്. ഇദ്ദേഹമാണ് ഷേറി പഞ്ചാബ് എന്ന് അറിയപ്പെടുന്നത്. ഹവാ മഹൽ ആരാണ് രൂപീകരിച്ചതെന്ന് ചോദിക്കാറുണ്ട്. സവായ് പ്രതാപ് സിംഗ് 1799 എന്നുകൂടി ഓർക്കുക. പിന്നെ വന്ന ഗുരുവാണ് ഗുരു ഹർഗോബിന്ദ് സാഹിബ്. അടുത്തത് ഗുരു ഹർ റായ് സാഹിബ്, പിന്നെ ഗുരു ഹർ കൃഷ്ൺ സാഹിബ്, പിന്നെ ഗുരു തേജ് ബഹദൂർ സാഹിബ്. അദ്ദേഹമാണ് ആനന്ദ്പൂർ എന്ന പട്ടണം രൂപീകരിച്ചത്. ഗുരു തേജ് ബഹദൂർ സാഹിബിനെ വധിച്ചത് ഔറംഗസേബാണ്. അപ്പോൾ അതിന് എതിരെ പ്രതിഷേധിച്ചിട്ടാണ് അടുത്ത ഗുരുവായി വന്നിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് സാഹിബ് കൽസ എന്ന ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്നത്. കൽസ പാന്ത് എന്നൊക്കെ പറയും. 1699 5 കേസ് ഈ കൽസ സിഖുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആദി ഗ്രന്ഥവും ഗുരു തേജ് ബഹദൂറിൻ്റെ ഹൈമൻസും കൂട്ടിച്ചേർത്തിട്ടാണ് ഗുരു ഗ്രന്ഥ് എന്ന പുതിയൊരു സ്ക്രിപ്ചർ ഗുരു ഗോബിന്ദ് സിംഗ് രൂപീകരിച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു തൻ്റെ മരണത്തിന് ശേഷം ഇനി എവർലാസ്റ്റിംഗ് ഗുരുവായിട്ട് ഈ ഗുരു ഗ്രന്ഥ് സാഹിബായിരിക്കും തുടരുക എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ സിക്കിസവുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ മറാത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നു. മഹാരാഷ്ട്ര മേഖലയിൽ ഉണ്ടായിരുന്ന ഭരണത്തെയാണ് നമ്മൾ ഈ മറാത്ത സ്റ്റേറ്റ് എന്ന രീതിയിൽ പഠിക്കുന്നത്. അപ്പം ഈ മറാത്ത സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഭരണാധികാരി അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആണ് ശിവാജി ജനിക്കുന്നത് 1627 എവിടെ? ശിവനേരി ഫോർട്ടിലാണ്. ശിവനേരി ഫോർട്ട് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണെന്ന് ഓർക്കുക. 1627 ഇദ്ദേഹത്തിൻ്റെ ഭരണകാലയളവ് എന്ന് പറയുന്നത് 1674 to 1680, ഏതാണ്ട് 16 വർഷത്തോളമുള്ള ഭരണമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ കീഴടക്കിയിട്ടുള്ളത് പ്രധാനപ്പെട്ട കോട്ടകളാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ടകളാണ് ഞാനിവിടെ നോട്ട് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ കോട്ടകളുണ്ട്. ഒന്ന് ടോറൻ,
പുരാന്തർ, റായ്ഗഡ് ഓർ രാജ്ഗഡ്. ഇതിൽ പുരാന്തരും രാജ്ഗഡും നമ്മൾ ഇനി മുന്നോട്ട് പറയുമ്പോഴും ഡിസ്കസ് ചെയ്യും. സോ ഈ 3 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെയും സ്ഥലങ്ങളുണ്ട്, അതായത് ചെക്കൻ, റോഹിന്ദ്, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടിയുണ്ട്. ഈ 3 എണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർക്കാൻ നോക്കുക. പിന്നെ ഇദ്ദേഹം ഇങ്ങനെ ഓരോ കോട്ടകളായി പിടിച്ചടക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പിടിച്ചടക്കിക്കൊണ്ടിരുന്നതിനിടയിലാണ് ബിജാപ്പൂർ അറ്റാക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ബിജാപ്പൂർ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ബിജാപ്പൂരിലെ റൂളറായിരുന്ന ആദിൽ ഷാ പ്രകോപിതനാവുന്നു. പ്രകോപിതനായതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അഫ്സൽ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ ശിവാജിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുകയായിരുന്നു. പക്ഷേ ശിവാജി അഫ്സൽ ഖാനെ പരാജയപ്പെടുത്തുന്നു. അപ്പോൾ ആ യുദ്ധമാണ്, ശിവാജിയും അഫ്സൽ ഖാനും തമ്മിലുള്ള ആ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്രതാപ്ഗഡ് 1659. ബാറ്റിൽ ഓഫ് പ്രതാപ്ഗഡ് എന്നറിയപ്പെടുന്നത് അഫ്സൽ ഖാൻ വേഴ്സസ് ശിവാജി യുദ്ധമാണ്. ഓക്കെ, അതിൽ ശിവാജി വിജയിച്ചുകയായിരുന്നു, അഫ്സൽ ഖാനെ വധിക്കുന്നു. അതിനുശേഷം ഷേഷ്താ ഖാനും ശിവാജി തമ്മിലൊരു യുദ്ധം നടക്കുന്നു. അതായത് ഔറംഗസേബ് എന്ന് പറയുന്ന മുഗൾ രാജാവ് ശിവാജിയുടെ ഈ വളർച്ചയിൽ ഭയന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡക്കാനിലെ ഗവർണറായിട്ടുള്ള ഷേഷ്താ ഖാനെ ശിവാജിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നു. അപ്പം അങ്ങനെ ശിവാജിയും ഷേഷ്താ ഖാനും തമ്മിലൊരു യുദ്ധം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ശിവാജി പരാജയപ്പെടുന്നു. ശിവാജിക്ക് പൂനെ നഷ്ടപ്പെടുന്നു. പക്ഷേ ശിവാജി തിരിച്ചടിക്കുന്നു. ഈ ഷേഷ്താ ഖാൻ്റെ മകനെയൊക്കെ വധിക്കുന്നു. അപ്പം അങ്ങനെ മകനെയൊക്കെ വധിച്ച സാഹചര്യത്തിൽ ഔറംഗസേബ് ഈ ഷേഷ്താ ഖാനെ തിരിച്ചു വിളിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനുശേഷം 1664 ആയ സമയത്ത് ശിവാജി സൂറത്ത് പിടിച്ചടക്കുന്നു, സൂറത്ത് കൊള്ളയടിക്കുന്നു. പിന്നീട് ഔറംഗസേബ് ആംബറിലെ രാജ്പുത് രാജാവായിട്ടുള്ള രാജാ ജയ്സിങ്ങിനെ ശിവാജിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നു. അതിൽ രാജാ ജയ്സിങ് വിജയിക്കുന്നു. ശിവാജിയെ പുരാന്തർ ഫോർട്ടിലിട്ട് വളയുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശിവാജിക്ക് ട്രീറ്റി ഓഫ് പുരാന്തറിൽ സൈൻ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് ശിവാജിയുടെ കയ്യിലുണ്ടായിരുന്ന 35 ഫോർട്ടുകളിൽ 23 ഫോർട്ടും നഷ്ടപ്പെട്ടു ട്രീറ്റി ഓഫ് പുരാന്തർ പ്രകാരം. ഓക്കെ, സോ ട്രീറ്റി ഓഫ് പുരാന്തറിൻ്റെ വർഷം ഓർക്കുക, 1665. ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്റിൽ ഓഫ് പ്രതാപ്ഗഡും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഡേറ്റ്, വർഷം. ഓക്കെ, പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ശിവാജിക്ക് മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഔറംഗസേബിൻ്റെ കോർട്ടിലേക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു. അങ്ങനെ എത്തിയപ്പോൾ മുഗൾ എംപറർ ശിവാജിയെ തടവിലാക്കുന്നു. അങ്ങനെ തടവിലാക്കുന്നു. പിന്നീട് ശിവാജി ഈ ഔറംഗസേബിൻ്റെ ഈ തടവിൽ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് 1674 ശിവാജി റായ്ഗഡിൽ വെച്ചിട്ട് കിരീടധാരണം നടത്തുന്നു. എന്നിട്ട് ഒരു ടൈറ്റിൽ സ്വീകരിക്കുന്നു. അതാണ് ഹൈന്ദവ ധർമ്മോദർക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ടർ ഓഫ് ഹിന്ദുയിസം എന്ന് മീൻ ചെയ്യുന്ന ആ ഒരു ടൈറ്റിൽ 1674 ശിവാജി സ്വീകരിക്കുന്നു. ശിവാജിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് 8 മിനിസ്റ്റേഴ്സ് ആയിരുന്നു, ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ദ കിങ് ആയിരുന്നു ഇതിൻ്റെ ഹെഡ്. അതിനെ സഹായിക്കാൻ വേണ്ടി 8 മിനിസ്റ്റേഴ്സ്. ഈ 8 മിനിസ്റ്റേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു മിനിസ്റ്ററാണ് പേഷ്വ എന്നറിയപ്പെടുന്നത്. ഈ പേഷ്വയെ പ്രൈം മിനിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്, പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഈ പേഷ്വ ശ്രദ്ധേയമാവാനുള്ള കാരണം കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ ഈ മറാത്ത സ്റ്റേറ്റിലെ ഭരണം കൊണ്ടുപോയത് ഈ പേഷ്വാസ് ആയിരുന്നു. അത് നമുക്ക് പറയാം. അപ്പോൾ അതിന് മുന്നേ ശിവാജിയുടെ കംപ്ലീറ്റ് ആക്കാം. ശിവാജിയുടെ ഭരണകാലയളവിൽ ഉണ്ടായിരുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു ഈ കത്തി എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ലാൻഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് കത്തി. ലാൻഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ്, നമ്മളിപ്പോൾ മീറ്റർ, കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ കത്തി. ഓക്കെ, അതേപോലെ തന്നെ ചൗത്ത് എന്ന് പറയുന്നത് അദ്ദേഹം അല്ലെങ്കിൽ മറാത്ത സ്റ്റേറ്റ് തൊട്ട് അയൽ രാജ്യങ്ങളിൽ റെയ്ഡ് നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അപ്പം റെയ്ഡ് ഒഴിവാക്കണമെങ്കിൽ ഇത്ര ശതമാനം നിങ്ങളുടെ ലാൻഡ് റവന്യൂ നമുക്ക് തരണം എന്ന അവകാശം ഉന്നയിക്കുന്നു. അതാണ് ഈ ചൗത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ 25% ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 25% ലാൻഡ് റവന്യൂ തരണം റെയ്ഡ് ഒഴിവാക്കണമെങ്കിൽ എന്ന് പറയുന്നു. അപ്പോൾ ആ 25% പറയുന്നതാണ് എന്ത്, ചൗത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർദേശി എന്ന് പറയുന്നത് 10% അഡീഷണൽ ടാക്സ്, 25% കൂടാതെ പിന്നെയും കൊടുക്കുന്ന ഒരു 10% അഡീഷണൽ ടാക്സ്. രണ്ടും ഉദ്ദേശിക്കുന്നത് ടാക്സ് ലെവിഡ് ഓൺ റവന്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റവന്യൂ ടാക്സ് ആണ് രണ്ടും. അതായത് സർദേശിയും ചൗത്തും രണ്ടും റവന്യൂ ടാക്സ് ആണെന്ന് മാത്രം ഓർക്കുക. ചൗത്ത് 25% ചാർജ് ഈടാക്കുന്നു റെയ്ഡ് ഒഴിവാക്കാൻ വേണ്ടി. സർദേശി എന്ന് പറയുന്നത് 10% അഡീഷണൽ ലെവി
ഓൺ അഡീഷണൽ ടാക്സ്. ഓക്കെ, 10% അഡീഷണൽ ടാക്സ്, ഇത്ര ഓർത്താൽ മതി. പിന്നെ ഈ ശിവാജിയുടെ 2 മക്കളായിരുന്നു, ഒന്ന് സംഭജി ആൻഡ് രാജാറാം. സംഭജി ആയിരുന്നു പിന്നീട് ശിവാജിയുടെ മരണത്തിന് ശേഷം ഭരിച്ചത്. സംഭജിയും രാജാറാമും തമ്മിൽ യുദ്ധം നടന്നു, അതിനുശേഷം സംഭജി വിജയിക്കുന്നു. അങ്ങനെയാണ് സംഭജിക്ക് ഭരണം കിട്ടുന്നത്. പക്ഷേ ഈ സംഭജി പിന്നീട് അക്ബർ രണ്ടാമനെ സംരക്ഷിക്കുന്നു. അക്ബർ രണ്ടാമൻ എന്ന് പറയുന്നത് ഔറംഗസേബിൻ്റെ റിബലിയസ് സണ്ണായിരുന്നു. അപ്പം അങ്ങനെ റിബലിയസ് സണ്ണിനെ സംരക്ഷിച്ചു എന്ന പേരിൽ സംഭജിയെ ഔറംഗസേബ് വധിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം അങ്ങനെ വധിച്ചു ശേഷം രാജാറാം ആണ് മറാത്ത സ്റ്റേറ്റിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത്. പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ള ഭരണാധികാരിയാണ് താരാബായി. താരാബായിക്ക് ശേഷം ഷാഹു വന്നു. ഷാഹു വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേഷ്വ ആയിരുന്ന ബാലാജി വിശ്വനാഥ് എന്ന് പറയുന്ന വ്യക്തി ഷാഹുവെ പല യുദ്ധത്തിലും സഹായിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിച്ചു. അപ്പം അങ്ങനെ ബാലാജി വിശ്വനാഥ് കുറച്ചും കൂടി ഫേമസ് ആയി. അപ്പം അതിൻ്റെ പേരിൽ അദ്ദേഹം ഫസ്റ്റ് പേഷ്വ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫസ്റ്റ് പേഷ്വ, പ്രൈം മിനിസ്റ്റർ പേഷ്വ അതിന് മുന്നേ ഉണ്ടായി, പക്ഷേ ഫസ്റ്റ് പേഷ്വ എന്ന വിശേഷണമുള്ളത് ബാലാജി വിശ്വനാഥിനാണ്. അപ്പം അതിനുശേഷം അദ്ദേഹം ഈ പേഷ്വാഷിപ്പ് തൻ്റെ ഹെറിഡറ്ററി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാം എന്ന രീതിയിലൊക്കെ സ്ഥാപിച്ചു. തൻ്റെ മക്കൾക്കൊക്കെ ഈ പേഷ്വാഷിപ്പ് അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിൽ ആ ഒരു പൊസിഷൻ മാറ്റി. പിന്നീട് വന്ന പ്രധാനപ്പെട്ട മറ്റൊരു പേഷ്വ ആയിരുന്നു ബാലാജി ബജിറാവു. അതായത് ഷാഹു മരിച്ചതിന് ശേഷം പിന്നീട് ഭരണം നടത്തിയത് പേഷ്വ ആയിട്ടുള്ള ബാലാജി ബജിറാവു ആയിരുന്നു. ഇദ്ദേഹമാണ് നാനാ സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, നാനാ സാഹിബ്. അപ്പം ഈ ബാലാജി ബജിറാവുവും അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിൽ നടന്ന യുദ്ധമാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത് 1761. ആരൊക്കെ തമ്മിൽ? മറാത്തയുടെ പേഷ്വ ആയിട്ടുള്ള ബാലാജി ബജിറാവുവും അഹമ്മദ് ഷാ അബ്ദാലിയും. ഈ അഹമ്മദ് ഷാ അബ്ദാലി ആരാണ്? ഹീ ഈസ് ദ ഗവർണർ ജനറൽ ഓഫ് നാദിർ ഷാ. നാദിർ ഷായുടെ ഗവർണർ ജനറൽ. ഇനി ആരാണ് നാദിർ ഷാ? നാദിർ ഷാ എന്ന് പറയുന്നത് അഫ്ഷാരിദ് ഡൈനാസ്റ്റി ഓഫ് പേർഷ്യയുടെ ഫൗണ്ടർ. അതായത് ഇറാനിലെ ഒരു ഡൈനാസ്റ്റിയാണ് അഫ്ഷാരിദ് ഡൈനാസ്റ്റി. അതിൻ്റെ ഫൗണ്ടറാണ് നാദിർ ഷാ. അപ്പം നാദിർ ഷായുടെ ഗവർണർ ജനറലാണ് ഈ അഹമ്മദ് ഷാ അബ്ദാലി. നാദിർ ഷാ ഇതിന് മുന്നേ, ഈ ഒരു അറ്റാക്ക് നടത്തുന്നതിന് മുന്നേ തന്നെ 1739 മുഗൾസുമായിട്ടൊരു യുദ്ധം നടത്തിയിട്ടുണ്ട് ഡൽഹിയിൽ. 1739, അതാണ് ബാറ്റിൽ ഓഫ് കർണൽ. ഈ യുദ്ധത്തിന് ശേഷമാണ് നാദിർ ഷാ പീക്കോക്ക് ത്രോണും കോഹിനൂർ ഡയമണ്ടും ഒക്കെ ഇവിടുന്ന് ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി. 1739 ബാറ്റിൽ ഓഫ് കർണൽ. ആ ഡേറ്റ് ഓർമ്മിക്കുക, ശേഷമുണ്ടായ സംഭവങ്ങളും ഓർക്കുക. ഇത്രയാണ് നാദിർ ഷായുമായി ബന്ധപ്പെട്ടിട്ട് നോക്കേണ്ടത്. പിന്നെ ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ആ ഡേറ്റ് ആരൊക്കെ തമ്മിലാണെന്ന് കൂടി നോട്ട് ചെയ്യുക. പിന്നീട് വന്ന ഭരണാധികാരികളാണ്, അല്ലെങ്കിൽ ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്ന് കഴിയുമ്പോഴേക്കും ബാലാജി ബജിറാവുയുടെ മകനായിട്ടുള്ള വിശ്വാസ് റാവുവിനെയൊക്കെ അഹമ്മദ് ഷാ അബ്ദാലി വധിക്കുന്നു. അപ്പം അതിൻ്റെ ഷോക്കിൽ ബാലാജി ബജിറാവു ഒക്കെ മരണപ്പെടുന്നു. അങ്ങനെ മറാത്തയുടെ ശക്തി അവിടെ അവസാനിക്കുന്നു. ശേഷം വീണ്ടും സക്സസസ് ആയിട്ട് ഭരണാധികാരികൾ വന്നു. മാധവ റാവു വന്നു, നാരായൺ റാവു വന്നു, ഇങ്ങനെയൊക്കെ വന്നു. അപ്പം നാരായൺ റാവു വന്നപ്പോൾ അദ്ദേഹത്തിന് അങ്കിളായിട്ടുള്ള രഘുനാഥ് റാവു ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ തീരുമാനിച്ചു. എന്തിന്? ആ പേഷ്വാഷിപ്പ് സ്വന്തമാക്കാൻ വേണ്ടി. അങ്ങനെ ബ്രിട്ടീഷുകാരൊക്കെ കൂടി ഈ മറാത്താസിനെ അറ്റാക്ക് ചെയ്തു. പക്ഷേ മറാത്താസ് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുന്നു. ഹാസ്റ്റിങ്സ് ആയിരുന്നു അവരുടെ നേതൃത്വം കൊടുത്തത്. ഹാസ്റ്റിങ്സ് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണറായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർ അവിടെ പരാജയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ 1782 സൈൻ ചെയ്തതാണ് ട്രീറ്റി ഓഫ് സാൽബായ് എന്നറിയപ്പെടുന്നത്. ആ ഒരു യുദ്ധം നാരായൺ റാവു വേഴ്സസ് രഘുറാം റാവു പ്ലസ് ബ്രിട്ടീഷുകാർ, ആ യുദ്ധത്തിന് പറയുന്ന പേരാണ് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. ഇതിന് ശേഷവും ആംഗ്ലോ മറാത്ത വാർ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ ആരൊക്കെ തമ്മിലെന്ന് ഓർക്കുക. നാരായൺ റാവു വേഴ്സസ് രഘുറാം റാവു പ്ലസ് ഇംഗ്ലീഷുകാർ. ഓക്കെ, അത് എന്തിലേക്ക് നയിച്ചു? ട്രീറ്റി ഓഫ് സാൽബായ് 1782 നയിച്ചു. ആ ഒരു വർഷം ഓർക്കുക. ട്രീറ്റി ഓഫ് സാൽബായ് എക്സാമിന് ചോദിച്ചതാണ്, ഏത് വർഷമാണ് എന്നേ ചോദിച്ചുള്ളൂ. 1782. ഓക്കെ, 1782. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മറാത്ത സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് മൈസൂറുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളെക്കുറിച്ച് പഠിക്കാം.
മറാത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് നടത്തിയ ഭരണമേഖലയാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട റൂളറാണ് ഈ ശിവാജി. ശിവാജി ജനിക്കുന്നത് ശിവനേരി ഫോർട്ടിലാണ് 1627. ഭരണത്തിലേക്ക് വരുന്നത് 1674. ഇദ്ദേഹം പലതരത്തിലുള്ള കുറേ ഫോർട്ടുകളൊക്കെ പിടിച്ചെടുത്തു. ടോറൻ, പുരാന്തർ, രാജ്ഗഡ് അല്ലെങ്കിൽ റായ്ഗഡ് ഇതൊക്കെ പിടിച്ചെടുത്തു. ശേഷം ആണ് ബാറ്റിൽ ഓഫ് പ്രതാപ്ഗഡ് ഉണ്ടാകുന്നത് 1659. അഫ്സൽ ഖാൻ വേഴ്സസ് ശിവാജി. അഫ്സൽ ഖാനെ ആരാ അയച്ചതാണെന്ന് ഓർക്കുക. ബിജാപ്പൂർ റൂളറായിട്ടുള്ള അദിൽ ഷായാണ് അഫ്സൽ ഖാനെ അയച്ചത്. അതിൽ അഫ്സൽ ഖാനെ പരാജയപ്പെടുത്തുന്നു, അഫ്സൽ ഖാനെ വധിക്കുന്നു. പിന്നീട് ഉണ്ടായതാണ് ഔറംഗസേബ് അയച്ച ഡക്കാൻ ഗവർണറായിട്ടുള്ള ഷേസ്താ ഖാൻ വേഴ്സസ് ശിവാജി യുദ്ധം. അപ്പോൾ ഇതിൽ ശിവാജിക്ക് പൂനെയൊക്കെ നഷ്ടമാവുന്നു. പക്ഷേ വീണ്ടും തിരിച്ചു വന്ന് ഷേസ്താ ഖാൻ്റെ മകനെയൊക്കെ വധിക്കുന്നു. ശേഷം ഷേസ്താ ഖാനെ ഔറംഗസേബ് തിരിച്ചു വിളിക്കുകയായിരുന്നു ഉണ്ടായത്. പിന്നെയാണ് രാജാ ജയ്സിംഗും ശിവാജിയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അത് ട്രീറ്റി ഓഫ് പുരാന്തറിലേക്ക് നയിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ശിവാജിക്ക് 35-ൽ 23 ഫോർട്ടും നഷ്ടമാകുന്നു. പിന്നീടാണ് ശിവാജിയെ ഔറംഗസേബ് തടവിലാക്കുന്നത്. ആ തടവിൽ നിന്ന് രക്ഷപ്പെടുന്നു ശിവാജി. ശേഷം 1674 റായ്ഗഡിൽ വെച്ച് കിരീടധാരണം നടത്തുന്നു. എന്നിട്ടൊരു പേരും ടൈറ്റിലും സ്വീകരിക്കുന്നു, ഹൈന്ദവ ധർമ്മതറക്. അതിൻ്റെ അർത്ഥം പ്രൊട്ടക്ടർ ഓഫ് ഹിന്ദുസം. ശിവാജിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന മന്ത്രികൾ അറിയപ്പെട്ട പേരാണ് അഷ്ടപ്രധാൻ. അല്ലെങ്കിൽ അഷ്ടപ്രധാൻ ഏത് രാജാവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കും. അത് ശിവാജിയാണെന്ന് ഓർക്കുക. അതിൽ പ്രധാനപ്പെട്ട മിനിസ്റ്ററാണ് പേഷ്വ, പ്രൈം മിനിസ്റ്റർ. കത്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലാൻഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത യൂണിറ്റാണ്. ചൗത്തും സർദേശ്മുഖിയും ലാൻഡ് റവന്യൂ ടാക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്നു സംഭജിയും രാജാറാമും. സംഭജി ആദ്യം ഭരിച്ചു, പിന്നീട് രാജാറാം വന്നു. അതിനുശേഷം വന്നത് ഷാഹു ആണ്. ഷാഹുവിൻ്റെ പേഷ്വ ആയിരുന്നു ബാലാജി വിശ്വനാഥ്. ബാലാജി വിശ്വനാഥാണ് ആ ഫസ്റ്റ് പേഷ്വ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ശേഷമാണ് പേഷ്വാഷിപ്പ് കുറച്ചും കൂടി പവർഫുള്ളായി മാറുന്നത്. പിന്നീട് അങ്ങോട്ട് പേഷ്വയാണ് ഭരിക്കുന്നത്. ബാലാജി ബജറാവു ആണ് പ്രധാനപ്പെട്ട മറ്റൊരു പേഷ്വ. അദ്ദേഹം നാനാ സാഹബ് എന്നറിയപ്പെടുന്നു. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1761 നടക്കുന്നു. ബാലാജി ബജറാവും അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിൽ. അഹമ്മദ് ഷാ അബ്ദാലി ആരാണെന്ന് പറഞ്ഞു. ഗവർണർ ജനറൽ ഓഫ് നാദിർ ഷാ. നാദിർ ഷാൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. 1739 ബാറ്റിൽ ഓഫ് കർണൽ പറഞ്ഞു. പിന്നെ ആംഗ്ലോ മറാത്ത വാറാണ്. നാരായൺ റാവു വേഴ്സസ് രഘുനാഥ് റാവു പ്ലസ് ഇംഗ്ലീഷുകാർ. അത് ട്രീറ്റി ഓഫ് സാൽബായിലേക്ക് നയിക്കുന്നു. 1782 ട്രീറ്റി ഓഫ് സാൽബായ് ഒപ്പിടുന്നതും കൂടി ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ മൈസൂറിലേക്ക് പോകുന്നു. മൈസൂറിൽ ഭരിച്ച രാജവംശമാണ് വൊദയാർ ഡൈനാസ്റ്റി അല്ലെങ്കിൽ വാദിയാർ ഡൈനാസ്റ്റി എന്നൊക്കെ പറയും. വാദിയാർ ഡൈനാസ്റ്റി. മൈസൂറിലെ വാദിയാർ ഡൈനാസ്റ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ ഹൈദരാലിയെ കുറിച്ച് നമ്മൾ അറിയണം. ഹൈദരാലി 1720 ജനിക്കുന്നത്. ഇദ്ദേഹം ഒരു സോൾജറായിട്ടാണ്, മൈസൂർ സ്റ്റേറ്റിൻ്റെ സോൾജറായിട്ടാണ് ആദ്യം കരിയർ തുടങ്ങുന്നത്. അതിനുശേഷം 1761 മൈസൂർ ഡൈനാസ്റ്റി ആയിട്ടുള്ള വദയാർ ഡൈനാസ്റ്റിയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നഞ്ചരാജരെ പരാജയപ്പെടുത്തി ആ ഒരു സ്ഥാനം പിടിക്കുന്നു. പക്ഷേ അവിടുത്തെ കിങ് ആയിട്ട് തുടരുന്നത് കൃഷ്ണരാജ ഒന്നാമനാണ്. കൃഷ്ണരാജ ഒന്നാമൻ, വദയാർ ഡൈനാസ്റ്റിയുടെ കിങ് കൃഷ്ണരാജ ഒന്നാമൻ. പക്ഷേ അവരുടെ പ്രൈം മിനിസ്റ്ററായിട്ട് സ്ഥാനം കിട്ടുന്നത് അല്ലെങ്കിൽ പിടിച്ചടക്കുന്നത് ഹൈദരാലിയാണ്. അപ്പോൾ അത് പിടിച്ചടക്കിയതിന് ശേഷം ഹൈദരാലിയാണ് ഇവരുടെ മെയിൻ പവറായി മാറുന്നു വദയാർ ഡൈനാസ്റ്റിയുടെ. അങ്ങനെ ഹൈദരാലി പവറിലേക്ക് വരുന്നു. ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധമാണ് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ ലീഡ് ചെയ്തത് ട്രീറ്റി ഓഫ് മദ്രാസിലേക്കാണ്. 1769 ട്രീറ്റി ഓഫ് മദ്രാസ്. ആ ഡേറ്റ് ഓർക്കുക, ട്രീറ്റി ഓഫ് മദ്രാസ്. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം അതിൽ ഹൈദരാലി ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നീട് വീണ്ടും ബ്രിട്ടീഷുകാരും ഹൈദരാലിയും തമ്മിൽ യുദ്ധം നടക്കുന്നു. അതാണ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ. ഇതുണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ഒരു സന്ധി ഉണ്ടായല്ലോ, മദ്രാസ് ട്രീറ്റി. അതിലെ വിശ്വാസക്കുറവ് ഹൈദരാലി അക്യൂസ് ചെയ്തത് ബ്രിട്ടീഷ് കമ്പനി ഈ ട്രീറ്റിയിൽ പറഞ്ഞ ടേംസ് ഒന്നും പാലിക്കുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ ഉണ്ടാകുന്നത്. അതിൽ ഹൈദരാലി മരണപ്പെടുന്നു. ഹൈദരാലി മരണപ്പെട്ടതിന് ശേഷം തൻ്റെ മകനായിട്ടുള്ള ടിപ്പു സുൽത്താൻ വരുന്നു. ടിപ്പു സുൽത്താൻ വന്നതിന് ശേഷമാണ് ട്രീറ്റി ഓഫ് മാംഗ്ലൂരിൽ സൈൻ ചെയ്ത് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ അവസാനിക്കുന്നത്. ഓക്കെ, ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുമ്പോൾ ടിപ്പു സുൽത്താൻ്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. സെരിംഗപട്ടണം ആണെന്ന് ഓർക്കുക. സെരിംഗപട്ടണം
ടിപ്പു സുൽത്താൻ്റെ ക്യാപിറ്റൽ കേട്ടോ. പിന്നീട് തേർഡ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നു. തേർഡ് ആംഗ്ലോ മൈസൂർ വാറാണ് ട്രീറ്റി ഓഫ് സെരിംഗപട്ടണം സൈൻ ചെയ്യിപ്പിക്കുന്നത് 1792. ശരിക്കും പറഞ്ഞാൽ ഈ ട്രീറ്റി എന്താണ്, ട്രീറ്റിൻ്റെ പേര്, ഏത് വർഷമാണ് നടന്നത്, അത്ര മാത്രമേ വേണ്ടൂ. അത്രയൊക്കെ ഈ മൈസൂരിലെ രാജവംശങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളൂ. ചെറിയ ക്ലാസ് പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നെങ്കിൽ കൂടി, പക്ഷേ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ SSC ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈ ഹൈദരാലിയെ പറ്റിയതൊന്നും കൂടുതലായിട്ട് ചോദിച്ചില്ല. നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ട്രീറ്റി നടന്ന വർഷം ആണ്. ഓക്കെ, അപ്പോൾ ഈ ടിപ്പു സുൽത്താൻ്റെ ട്രീറ്റി ഓഫ് സെരിംഗപട്ടണം 1792 ഓർക്കുക. തേർഡ് ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം, അതിനുശേഷം ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിലാണ് ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നത്. ഓക്കെ, സോ മൈസൂറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇത്രമാത്രം അറിഞ്ഞിരിക്കുക. മൈസൂർ ഭരിച്ചത് വാദിയാർ ഡൈനാസ്റ്റി. പിന്നെ ഹൈദരാലി വരുന്നു. പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നങ്കരാജനെ അദ്ദേഹം റീപ്ലേസ് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് വരുന്നു. പിന്നെ പവർ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരുന്നു. അദ്ദേഹമാണ് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാറിൽ ബ്രിട്ടീഷുകാരെ നേരിടുന്നു. അതിനുശേഷം ട്രീറ്റി ഓഫ് മദ്രാസിന് 1769 അത് ഒപ്പിടുന്നു. ശേഷം സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ, ഹൈദരാലി മരണപ്പെടുന്നു, ടിപ്പു സുൽത്താൻ വരുന്നു, ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. തേർഡ് ആംഗ്ലോ മൈസൂർ വാർ, ട്രീറ്റി ഓഫ് സെരിംഗപട്ടണം. സെരിംഗപട്ടണമാണ് ടിപ്പു സുൽത്താൻ്റെ ക്യാപിറ്റൽ എന്ന് ഓർക്കുക. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിലാണ് ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസിൻ്റെ ഇന്ത്യയിലേക്കുള്ള ആ വരവിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്നത് 1498 വാസ്കോഡ ഗാമയുടെ കാലിക്കറ്റിലേക്കുള്ള ആ ഒരു പ്രവേശനത്തോടു കൂടിയാണ്. 1498 വാസ്കോഡ ഗാമ കാലിക്കറ്റ്, ആ ഒരു വർഷം ഓർക്കും. അത് എക്സാമിന് ചോദിച്ചതാണ്, റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാസ്കോഡ ഗാമ കാലിക്കറ്റിൽ ആദ്യമായിട്ട് എത്തുന്നത് ഏത് വർഷമാണ് എന്ന്, 1498. ഇതിന് ശേഷമാണ് പോർച്ചുഗീസുകാർ കാലിക്കറ്റ്, കൊച്ചിൻ, കാനന്നൂർ ഭാഗങ്ങളിലായിട്ട് ട്രേഡിംഗ് സ്റ്റേഷൻസ് തുടങ്ങുന്നത്. പോർച്ചുഗീസ് ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസുകാരുടെ ഗവർണറായിട്ട് അറിയപ്പെടുന്ന ആദ്യത്തെ ഗവർണറാണ് ഫ്രാൻസിസ്കോ ഡി അൽമീഡിയ എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹമാണ് ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവരുന്നത്. ബ്ലൂ വാട്ടർ പോളിസി പ്രകാരം ഇവർക്ക് ഇന്ത്യയിൽ ഭരിക്കണം എന്ന ഒരിതൊന്നുമില്ല, പക്ഷേ ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖലകളുമായിട്ട് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തണം എന്ന രീതിയിലായിരുന്നു ഈ ഒരു ഗവർണറുടെ ഒരു നയം. അപ്പോൾ അതാണ് ഈ പോളിസി ഓഫ് ബ്ലൂ വാട്ടർ എന്നറിയപ്പെടുന്നത്. ശേഷം വന്ന ഗവർണറാണ് അൽഫോൺസോ ഡി അൽബുക്യുർക്യു. അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അൽഫോൺസോ എന്ന് ഓർത്താൽ മതി, ബാക്കി ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അൽഫോൺസോ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹത്തിൻ്റെ പോളിസി ആയിരുന്നു പോളിസി ഓഫ് ഇമ്പീരിയലിസം. പിന്നെ ഇദ്ദേഹമാണ് ഗോവ പിടിച്ചെടുക്കുന്നത് 1510 കേട്ടോ. ബാറ്റിൽ ഓഫ് ഗോവ ഓർക്കുക, 1510 ആരൊക്കെ തമ്മിൽ, പോർച്ചുഗീസുകാരും പിന്നെ ബിജാപ്പൂർ റൂളറും തമ്മിലായിരുന്നു യുദ്ധം കേട്ടോ. പോർച്ചുഗീസ് വേഴ്സസ് ബിജാപ്പൂർ യുദ്ധം, അതാണ് 1510 ബാറ്റിൽ ഓഫ് ഗോവ എന്നറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാർ ഇതിലൂടെ ഗോവ പിടിച്ചടക്കുന്നു. ഓക്കെ, അൽഫോൺസോ ആയിരുന്നു ആ സമയത്തുള്ള ഗവർണർ. ഓരോ ഗവർണറും അദ്ദേഹത്തിൻ്റെ നയങ്ങളുമാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് ഗവർണർ പറഞ്ഞു ഫ്രാൻസിസ്കോ ഡി അൽമീഡിയ, പോളിസി ഓഫ് ബ്ലൂ വാട്ടറിൻ്റെ ആണ് അദ്ദേഹത്തിൻ്റെ നയം. രണ്ടാമത്തത് അൽഫോൺസോ, പോളിസി ഓഫ് ഇമ്പീരിയലിസം പ്ലസ് ഗോവ ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നുള്ളത് നിനോ ആണ്, നിനോ ഡ കുൻഹ, നിനോ എന്ന് ഓർത്താൽ മതി. ഇദ്ദേഹമാണ് ആദ്യം കൊച്ചിനായിരുന്നു ക്യാപിറ്റൽ, അതിനുശേഷം അത് മാറ്റി ഗോവയിലേക്ക് മാറ്റുന്നത് ഈ ഒരു ഗവർണറാണ്. ഓക്കെ, നിനോ. അതിനുശേഷം പോർച്ചുഗീസുകാരുടെ ബലം ക്ഷയിക്കുകയൊക്കെ ചെയ്തു. ശേഷം ബാറ്റിൽ ഓഫ് സ്വാലി അല്ലെങ്കിൽ സുവോളിയൊക്കെ നടക്കുന്നു. ഇത് ഒരു എക്സാമിന് ചോദിച്ച പോയിന്റാണ്, ലൂസൻറ്റിൽ കാണാത്തൊരു പോയിന്റാണ്. ബാറ്റിൽ ഓഫ് സുവാലി ഇത് നടക്കുന്നത് 1612 ആരൊക്കെ തമ്മിൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേഴ്സസ് പോർച്ചുഗീസ്. ഇതിൽ പോർച്ചുഗീസ് പരാജയപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ ബലം ഇന്ത്യയിൽ ക്ഷയിക്കുന്നു. ശേഷം പോർച്ചുഗീസുകാരുടെ ഭരണമേഖല വളരെ കുറച്ച് സ്ഥലങ്ങളായിട്ട് ചുരുങ്ങുന്നു. ആ ഒരു ഭരണമേഖല ഗോവ, ദാമൻ ആൻഡ് ദിയു ഒക്കെ പറയുന്നത്. ഇത് 1961 വർഷം വരെ ഇവർ ഈ ഗോവ, ദാമൻ ആൻഡ് ദിയു ഒക്കെ ഭരിച്ചിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഈ ഒരു യുദ്ധം നോട്ട് ചെയ്യുക, ഇത് എക്സാമിന് ചോദിച്ചതാണ്. ബാറ്റിൽ ഓഫ് സ്വാലി അല്ലെങ്കിൽ സുവാലി 1612 സൂറത്തിനടുത്താണ് ഈ യുദ്ധം നടക്കുന്നത്, സൂറത്ത്. ഓക്കെ, പിന്നെ ഡച്ചുകാരെയാണ് നമ്മൾ നോക്കേണ്ടത്. ഡച്ചുകാർ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയണ്ട, അവരും ഇന്ത്യയിലേക്ക് വന്ന വിദേശികളിൽപ്പെട്ട ആൾക്കാരാണ്.
അപ്പം ഇവർ കൈയടക്കിയ മേഖലകളൊന്ന് ഓർത്ത് വെക്കുക. സൂറത്ത്, കരൈക്കൽ, പുലിക്കട്ട്, കൊച്ചിൻ, ഇത്രയും മേഖലകൾ ഡച്ചുകാരുടെ കൺട്രോളിലുണ്ടായി. ബാറ്റിൽ ഓഫ് ബദേര നടക്കുന്നത് 1759 ഡച്ച് വേഴ്സസ് ഇംഗ്ലീഷ് ആയിരുന്നു ഇത്. ബാറ്റിൽ ഓഫ് ബദേര, ആ ഒരു ഡേറ്റും കൂടി ഓർക്കുക. ബാറ്റിൽ ഓഫ് ബദേര 1759, ഡച്ച് വേഴ്സസ് ഇംഗ്ലീഷുകാർ. ഓക്കെ, പിന്നെ ഇംഗ്ലീഷുകാർ നമുക്കറിയാം, വില്യം ഹോക്കിൻസ്, തോമസ് റോ ഒക്കെ ഇന്ത്യയിലേക്ക് വന്നു. എന്നിട്ട് ജഹാംഗീറിന്റെ കോർട്ടിൽ വന്നു. എന്നിട്ട് സൂറത്തിലേക്ക് ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണിയാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കുന്നു. അതിനുശേഷം അനുവാദം കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യം തൽക്കാലം അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മോഡേൺ ഇന്ത്യയിലേക്ക് വരുമ്പം പഠിക്കും. മോഡേൺ ഇന്ത്യയിലും ത്രൂ ഔട്ടായിട്ട് ഇംഗ്ലീഷുകാർ തന്നെയാണല്ലോ. പിന്നെ വേണ്ടത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ് കൈയടക്കിയിരുന്ന മേഖലകളാണ് മാഹി, യനം, കരൈക്കൽ. മാഹി വരുന്നത് കേരളത്തിലാണ്. യനം വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. കരൈക്കൽ തമിഴ്നാടിലാണ്. ഓക്കെ, ഇത് മൂന്നുമായിരുന്നു ഫ്രഞ്ചുകാർ കൈയടക്കി വെച്ച മേഖലകൾ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ വിദേശികളുടെ അല്ലെങ്കിൽ യൂറോപ്യൻസിന്റെ അഡ്വന്റുമായി ബന്ധപ്പെട്ട് പഠിക്കുക. പോർച്ചുഗീസുകാരെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് അറിയാനുള്ളത്. ഓരോ പ്രധാനപ്പെട്ട ഗവർണർ ആരൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ, അവരുടെ പോളിസി എന്തൊക്കെയാണ്, പിന്നെ ആരാണ് ഗോവ പിടിച്ചെടുക്കുന്നത്, ആരാണ് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇതൊക്കെ ക്ലിയർ ആയിട്ട് നോക്കുക. ഓക്കെ, വാസ്കോ ഡ ഗാമ പറഞ്ഞു 1498 ഇന്ത്യയിലേക്ക് വരുന്നു. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് സീ റൂട്ട് കണ്ടെത്തുന്നത്. യൂറോപ്പ് ടു ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് കണ്ടെത്തിയ വ്യക്തി വാസ്കോ ഡ ഗാമ 1498. ട്രേഡിംഗ് സ്റ്റേഷൻ തുടങ്ങുന്നു. അതിനുശേഷം കാലിക്കറ്റ്, കൊച്ചിൻ, കാനന്നൂർ മേഖലകളിൽ. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് പോർച്ചുഗീസ് ഇന്ത്യ ഫ്രാൻസിസ്കോ ഡി അൽമീഡിയ, പോളിസി ഓഫ് ബ്ലൂ വാട്ടർ തുടങ്ങിയത്. അൽഫോൺസോ ആണ് പിന്നീടുള്ളത്. പോളിസി ഓഫ് ഇമ്പീരിയലിസം, ഗോവയെ ക്യാപ്ചർ ചെയ്യുന്നു. ബാറ്റിൽ ഓഫ് ഗോവ 1510. ആരൊക്കെ തമ്മിൽ? പോർച്ചുഗീസ് വേഴ്സസ് ബിജാപൂർ റൂളർ. പിന്നെ നിനോ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റുന്നു. പിന്നീട് 1612 ബാറ്റിൽ ഓഫ് സ്വാലി അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് സുവാലി നടക്കുന്നു. ഇതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പോർച്ചുഗീസ് തമ്മിൽ നടന്ന യുദ്ധം. ഇതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജയിക്കുന്നു. പോർച്ചുഗീസുകാർ ഇവിടെ ഭരണമേഖല വളരെ ചുരുക്കപ്പെടുന്നു. ശേഷം 1961 വരെ ഗോവ, ദാമൻ ആൻഡ് ദിയു മേഖലകളൊക്കെ പോർച്ചുഗീസിന്റെ കൺട്രോളിൽ തന്നെയായിരുന്നു എന്ന് ഓർക്കുക. പിന്നീട് വന്ന ഡച്ചുകാരുടെ കാര്യം പറഞ്ഞു. സൂറത്ത്, കരൈക്കൽ, പുലിക്കറ്റ്, കൊച്ചിൻ ഈ മേഖലകളാണ് ഡച്ചുകാരുടെ കൺട്രോൾ ഉണ്ടായിരുന്നത്. ബാറ്റിൽ ഓഫ് ബദേര 1759 ഡച്ച് വേഴ്സസ് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷുകാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഫ്രാൻസിന്റെ മാഹി, യനം, കരൈക്കൽ ഈ മേഖലകളാണ് അവരുടെ അധീനതയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങളിലൊന്നും പെടാതെ വളരെ റെയറായിട്ട് എക്സാമിന് ചോദിച്ച കുറച്ച് ഫാക്ട്സുകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് അങ്ങ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേതൊക്കെയാ നോക്കാം. ബാറ്റിൽ ഓഫ് തുക്കാറോയ് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ബജൗറ അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് മുഗൾമാരി 1575 നടക്കുന്നതാണ്. മുഗൾ എംപയർ വേഴ്സസ് സുൽത്താനേറ്റ് ഓഫ് ബംഗാൾ ആൻഡ് ബീഹാർ. മുഗൾ വേഴ്സസ് സുൽത്താനേറ്റ്. ഇതാണ് ബാറ്റിൽ ഓഫ് തുക്കാറോയ് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ബജൗറ അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് മുഗൾമാരി എന്നറിയപ്പെടുന്നത്. 1575. വർഷം ഓർക്കുക, ബാറ്റിലിന്റെ പേര് ഓർക്കുക, ആരൊക്കെ തമ്മിലാണെന്ന് കൂടി ഓർക്കുക. പിന്നെ അഹം ഡൈനാസ്റ്റി നിലനിന്ന് പോകുന്നത് ആസാമിലായിരുന്നു. കാൽസിക്കോ എന്ന് പറയുന്നത് പ്രീ ഇംപീരിയലിസം പീരിയഡിൽ കോട്ടൺ അറിയപ്പെടുന്ന പേരാണ്. കോട്ടൺ അറിയപ്പെടുന്ന പേരാണ് കാൽസിക്കോ. ഓക്കെ, പിന്നെ കലിഞ്ചാർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ബാഗ് കേവ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. പിന്നെ ഒരു കാര്യം, മാർക്കോ പോളോ എന്ന് പറയുന്ന ഒരു മർച്ചന്റ്, ഒരു ട്രാവലർ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോറർ, അദ്ദേഹം ഏഷ്യ വിസിറ്റ് ചെയ്യുന്ന 2 വർഷങ്ങളാണ് 1271 ആൻഡ് 1295. ഈ 2 വർഷങ്ങളിലായിട്ടാണ് മാർക്കോ പോളോ ഏഷ്യയിലേക്ക് വിസിറ്റ് ചെയ്യുന്നത്. ഇതും എക്സാമിന് ചോദിച്ച ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിച്ചത് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആരാണ്? ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് ചാൾസ് വിൽക്കിൻസ്. സോ ഇത്രയും കാര്യങ്ങൾ റയർ ഫാക്ട്സിലും കൂടി നിങ്ങൾ നോക്കുക. ഇതോടുകൂടി നമ്മൾ ഈ മിഡവിൽ ഇന്ത്യ ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. ഇനി
വിട്ടുപോയ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മോഡേൺ ഇന്ത്യയിൽ കൂടി കവർ ചെയ്യുമ്പോൾ ഹിസ്റ്ററി മൊത്തത്തിൽ നമുക്ക് അവിടെ ഫിനിഷ് ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് SSC മലയാളി.